ഹലോ, എല്ലാവർക്കും ജാമീസ് വീട്ടിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി കപ്പയും അതുപോലെ തന്നെ ബീഫ് കറിയുമാണ്. എല്ലാവർക്കും ഇഷ്ടമല്ലേ ബീഫ് കറിയും കപ്പയും തമ്മിലുള്ള കോമ്പിനേഷൻ? അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഉറപ്പായും എനിക്ക് ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് 750 ഗ്രാം ബീഫാണ്. ഇത് നന്നായി ക്ലീനാക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 7 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ കരിവേപ്പില, 2 മുളക്, പിന്നെ ഇഞ്ചി ഇതാ ഇത്രയുള്ള ഇഞ്ചിയാണ് എടുക്കുന്നത്. ഇനി നമ്മൾ കുക്കറിലാണ് കേട്ടോ ബീഫ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള 1 ടീസ്പൂൺ മുളക് പൊടി നമ്മളിതിലേക്ക് ഇടുന്നു. പിന്നെ അതുപോലെ തന്നെ 1.5 ടീസ്പൂണാണ് ഞാനിവിടെ മല്ലിപ്പൊടി ഇടുന്നത്. അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇടുന്നുണ്ട്. പിന്നെ ഉപ്പ് നമുക്ക് ആവശ്യത്തിനിടാം. അതുപോലെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളിയും ഇതിൻ്റെ കൂടെ നമുക്ക് ആഡാക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2 മുളകും കരിവേപ്പിലയും ഇതിൻ്റെ കൂടെ ഇടാം. കരിവേപ്പില എത്ര ഇട്ടാലും ബീഫിന് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഈ കറിയിൽ കുറച്ച് അധികം കരിവേപ്പില ഇടുന്നുണ്ട്. നിങ്ങളും അത് കണക്കാക്കി കരിവേപ്പില എത്ര ഇടുന്നോ അത്രയും ബീഫിലേക്ക് ടേസ്റ്റ് ഇറങ്ങും. ഇനി ഇതിനെ അടച്ച് അടുപ്പത്തേക്ക് നമുക്ക് വെക്കാം. ഞാനൊരു 7 വിസിൽ വരെയാണ് കേൾപ്പിക്കുന്നത്. പിന്നെ ഇളം ബീഫാണെങ്കിൽ ഒരു 5 വിസിലൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് നിർത്താം. ബീഫെല്ലാം റെഡിയായി വരുന്ന ടൈമിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സവാളയും അതുപോലെ തന്നെ എല്ലാം കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 2 മുളകും 2 വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചിയും പിന്നെ 3 സവാളയും. സവാള ചെറുതായിട്ട് കൊത്തി എരിഞ്ഞതാണ്. അപ്പോഴേക്കും നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. 7 വിസിലടിച്ചപ്പോഴേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവയും ഇടാം. നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് വറ്റൽ മുളകും അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാളയും ഇതിലേക്കിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നോൺ സ്റ്റിക്ക് പാൻ ആകുമ്പോൾ അടിയിൽ കരിഞ്ഞു പിടിക്കാൻ ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും നോൺ സ്റ്റിക്ക് പാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാനുള്ള മെയിനായിട്ടുള്ള കാരണവും അതാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് വലിയ ജീരകം 1 ടീസ്പൂൺ ഇടാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി കൂടെ ഇടാം. ഇവിടെ സവാള നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിലുള്ള ബീഫിനെ മാത്രം ഇതിനകത്തേക്കിടാം. കറി അതിൻ്റെ അകത്തിരിക്കട്ടെ, അത് നമുക്ക് ലാസ്റ്റ് ഒഴിച്ചാൽ മതി. ഇനി നമുക്ക് ഇവിടെ ബീഫിനെയും സവാളയെയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ രണ്ടും കൂടെ ചേർന്നിട്ട് നല്ല ഒരു മണവും വരുന്നതാണ്. ആ ടൈം വരെ നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബീഫിൻ്റെ കറി ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അടച്ച് ഒരു 10 മിനിറ്റോളം വയ്ക്കാം. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. നന്നായി കഴുകി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കപ്പയെ നമുക്ക് കുക്കറിലേക്കിടാം. അതിനുശേഷം നമ്മളിട്ട കപ്പയേക്കാളും കുറച്ചുകൂടി മുന്തി നിൽക്കുന്ന
രീതിക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതിനുശേഷം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം. ഇനി നമുക്ക് 3 വിസിൽ വരെ കുക്കറിൽ ലോ ഫ്ലെയിമിലിട്ട് കേൾപ്പിക്കാം. അതിനുശേഷം അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ കപ്പ. ഇനി നമുക്കിതിനെ കഴുകി ഊറ്റി വെച്ചതിന് ശേഷം ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് നന്നായിട്ടൊന്ന് കടുകിട്ട് താളിച്ച് ഇതിനെ ഒന്ന് അതിലേക്ക് ഇട്ടൊന്ന് ഇളക്കി എടുക്കാം. അപ്പോൾ അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അടിപൊളി ബീഫിൻ്റെ കൂടെ ഒന്ന് കൂട്ടി നോക്കിയാലോ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുകയും വേണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇനിയും നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം.